സോ ഐ എം ലീവിങ് റൈറ്റ് നൗ. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഔട്ട്ലേഴ്സ് ക്ലബിൻ്റെ ഒരു 2 day ഇവൻറ്റ് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 8 മണി ആയിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ പോകണം എന്താ വെച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ടോ, പോയിട്ട് കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ വണ്ടി എടുത്താണ്ട് നമ്മളെ ലൊക്കേഷൻ ഒന്ന് പോയി വെക്കണം. അവിടെ പോയിട്ട് ഹോം സ്റ്റേ പോയാണോ ഒന്ന് ചെക്ക് ചെയ്യണം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഫുഡ് കുക്ക് ചെയ്യാനും ഇങ്ങനത്തെ പരിപാടിക്കുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. പരിപാടി എന്താ വെച്ചാൽ ഇപ്പോൾ ഹോം സ്റ്റേ ചെക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം നമ്മളൊരു 20 ആൾക്കാരുടെ പരിപാടിയാണ്. നമ്മൾ രണ്ട് സെറ്റപ്പാണ്, ഒന്ന് ഇവിടെയും ഒന്ന് അപ്പുറത്തും. ഇപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെയാണ് റൂമൊക്കെ വരുന്നത്. ഇപ്പോൾ ഒരു ഇവൻറ്റ് നടത്തുമ്പോഴുള്ള രസമാണ് ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സംഭവങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് സെറ്റാക്കുമ്പോൾ ഇങ്ങനെ വേറെ രസമാണ്. ആദ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. ഈ ബാത്റൂം കാണിച്ചാൽ അങ്ങനെ ബാത്റൂമൊക്കെ വരുന്നുണ്ടാ, ഏറെ സെറ്റപ്പ്. ഇപ്പോൾ ബാക്കി പരിപാടികൾ മുകളിലും ഉണ്ട്. മുകളിൽ നമ്മൾ ഫുഡ് കഴിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ഇവിടെ പാലക്കാട് വന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്താ അവസ്ഥ. അപ്പോൾ ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോം സ്റ്റേ. അപ്പോൾ ഇങ്ങനെയാണ് മുകളിലത്തെ വ്യൂ വരുന്നത്. അപ്പോൾ അവിടെ നമ്മളെ ഫുഡിൻ്റെ പരിപാടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുക, എന്താ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റ് ചെയ്യണത്, എന്താ അവസ്ഥ എന്നൊരു ഐഡിയ ഇല്ല. ചെയ്ത് നോക്കുക, അങ്ങനെ തന്നെയുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ലുക്ക് വരുന്നത്. അപ്പുറത്തെ ഡാം. ഓക്കെ, ഇനി മെമ്പേഴ്സൊക്കെ വന്നിട്ട് കാണാം. അതിന് മുമ്പ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. സോ നമ്മൾ ലുലുവിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. ഞാൻ കാണിച്ചു തരാം സ്ഥലങ്ങൾ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഒരു ചെറിയൊരു എന്താ പറയുക ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അവർക്ക് ഒരു പ്രീ വർക്കൗട്ട് രീതിയിൽ സാധനങ്ങൾ കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും എഗ്ഗ് ബോയിൽ ചെയ്യുക, പീനട്ട് ബട്ടർ സാൻഡ്വിച്ച് ഉണ്ടാക്കി അങ്ങനെ എന്തെങ്കിലും സംഭവം സെറ്റാക്കണം. അപ്പോൾ അതിനും അതേപോലെ തന്നെ ഇന്ന് മീനും ചിക്കനും ഗ്രില്ല് ചെയ്യാൻ നമുക്ക് അതിനുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഒപ്പിക്കണം. അപ്പോൾ ആ സാധനങ്ങളൊക്കെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടത്. ഇവിടെ ആകുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് കിട്ടും. ആദ്യമായിട്ടാണ് പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ എന്നാൽ സാധനം എടുക്കട്ടെ. കുത്തല്ലോ. കരുവാരിക്കല്ല അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പിൽ 6 ആൾക്കാരെ റിസോർട്ടിൽ കൊണ്ടുപോയി വിട്ടു. ഇനി ബാക്കിയുള്ളവരെ എടുക്കാൻ പോവാണ്. ഇനി അവിടെ ഏകദേശം 8-9 ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മളെ ചെക്കന്മാരെ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. നമ്മളെ ചെക്കന്മാരെല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കണം. എല്ലാവരും ഒന്ന് പോയി കാണി. ഫുള്ളി നമ്മൾ ഇവിടെ തന്നെ കുക്ക് ചെയ്ത് ബീബിക്കൊക്കെ ആക്കി എല്ലാവരും ഇതാ ഒരു പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിക്കുന്നു. കഴിക്കട് ഷേക്സ്പിയർ, ഉസൈൻ ബോൾട്ട്, ബ്രാഡ് പിറ്റ്, മഡോണ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു സെലിബ്രിറ്റീസിൻ്റെ ലിസ്റ്റ് ഉണ്ട് നമുക്ക്. പിന്നെ അതേപോലെ ഷോപ്പിംഗ് ലിസ്റ്റ് ഇന്ന് കുറേ ഷോപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി ഭയങ്കര ഡെഡിക്കേഷനാണ്. അപ്പോൾ ഇതിൽ അതേപോലെ അതേപോലെ ഇതിലും 1 to 100 ഡിഫറെൻ്റ് ആണ് എല്ലാം നോക്കുക. അത് പിന്നെ എല്ലാവർക്കും അറിയാം. ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച്, ബനാന, പൊട്ടാറ്റോ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഡിഫറെൻ്റ്. ഓക്കെ, സോ പോയി കഴിഞ്ഞാൽ
എന്താ 23 ഏതാണെന്ന് ജസ്റ്റ് നോക്കിക്കുക. പറയണോ? പറഞ്ഞോ, കുഴപ്പമില്ല. സോറി, എൻ്റെ റുട്ടീൻ നിങ്ങൾ തെറ്റിയല്ലോ, പറഞ്ഞോ. ട്രംപ് 23 ട്രംപാണ്. ഓക്കെ, 24 എനിക്കറിയില്ല. എലൻ ഡിജനറസ്. അറിയാത്തായാലും വായിച്ചോ. 22 ലേഡി ഗാഗ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറിക്കണമെങ്കിൽ വേറെ ആളെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മാറിക്കണമെങ്കിൽ വേറെ, ഫുള്ള് ഡിഫറെൻറ്റാണ്, എല്ലാം ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇത് ഭയങ്കര റാൻഡം അല്ലേ? ഓക്കെ, ഓഫ് കോഴ്സ് 1 to 100 ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്തോ, എടുത്തു. യു ക്യാൻ പറഞ്ഞോ. 65 ഉറപ്പിക്കുക. ചേഞ്ച് ചെയ്യണോ? ഉറപ്പിച്ചു 10%. ഓക്കെ, അപ്പോൾ 65 ആണ്. ഇതിൽ ഷോപ്പിംഗ് ലിസ്റ്റിൽ പോയിട്ട് നോക്കാം. ഓക്കെ, ഏതാണ് 65 വരുന്നത്? ഓക്കെ, ഏതാണ്? കൊക്കക്കോള. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് അല്ല. ഓക്കെ, എനിക്കും ഇഷ്ടമല്ല. ആഫ്റ്റർ റൊണാൾഡോ ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ റൊണാൾഡോ ഫാൻ ആയിട്ടപ്പോൾ ഇതിൽ വേറെ നോക്കാം. നിങ്ങൾക്ക് എല്ലാം ഡിഫറെൻ്റ് അല്ലേ? അതെ. ഓക്കെ, 10%. സോ നമുക്ക് ഡൊണാൾഡ് ട്രംപും അതേപോലെ കൊക്കക്കോള ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ. അപ്പം വാട്ട് ഇഫ് ഐ സേ ദാറ്റ് ഐ ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് വിൽ ബി ദിസ് ലൈക്ക് ഡൊണാൾഡ് ട്രംപ് ആൻഡ് കൊക്കക്കോള. ഇതിലുണ്ടോ? യു ക്യാൻ ഓപ്പൺ ദാറ്റ്. യോ എടാ അതെടാ ഇതെങ്ങനെ വെച്ച സോഡ പകുതിക്ക് പകുതി മട്ട് നട്ട് നാക്ക് നാളെ 5:10 മുട്ട് പകുതിക്ക് പകുതി ആട്ടിസക്ക വര് എല്ലാവരും ആട്ടിസക്ക പാലക്കാട് മദർലാൻഡ് മസാല സോഡ കുടിക്കാനായി നമ്മുടെ കേരളത്തെ പല 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 ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പകുതിക്ക് പകുതി, പെണ്ണില്ലാത്തവർക്ക് പെണ്ണ്. ഇത് റീല് കളിപ്പിച്ചു. വയറിന് നല്ലതാണ്. എന്ത് പ്രശ്നം, ഒരു 3 എണ്ണം കുടിച്ചാൽ മുട്ട് മടക്കാണ്ട് പോകും, കയ്യിൽ നിന്ന് പോയി കിട്ടും. ടച്ചിങ്സ് ഉണ്ട്. അല്ല, പച്ചക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മുട്ട് മടക്കല് പറയണത്. അടി സക്ക സൂപ്പർ പൊളി. റൈറ്റ് നൗ ഏകദേശം ഇപ്പോൾ മോർണിംഗ് 4 മണി കഴിഞ്ഞു, 4:15 കഴിഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഉറക്കത്തിലാണ്. ഞാൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ 4:30 ആകുമ്പോഴത്തേനും ഓരോരുത്തരെ വിളിച്ച് തുടങ്ങും. നമുക്ക് സൺറൈസ് എന്തായാലും മിസ്സാക്കാൻ പറ്റാത്ത സാധനമാണ് സൺറൈസ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് ഉറക്കം പോയാലും കുഴപ്പമില്ല, എല്ലാവരും വിളിച്ചു കൊടുത്തറും. ഇനിയടുത്ത പരിപാടി അതാണ്. നമ്മൾ പതുക്കെ ഇങ്ങനെ ജോഗ് ചെയ്ത് പോയി കണ്ട് ഒരു മല ഉണ്ട്, ഒരു ചെറിയ മലയാണ്, വലിയ മുകൾക്കൊന്നും പോകണില്ല. പക്ഷെ എന്നാലും ഒരു അരമണിക്കൂറെങ്കിൽ തോന്നുന്നു ജോഗ് ചെയ്യാനുണ്ട്. എന്നിട്ട് നമുക്ക് കയറിയിട്ട് സൺറൈസ് ഒരിക്കലും മിസ്സാക്കാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഏറ്റവും അടിപൊളി വ്യൂ ആണ്. ഇനി അടുത്ത അതാണ്, എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഒരു സാധനം ചെയ്യുമ്പോൾ നമുക്ക് മര്യാദ ഉറക്കം കിട്ടില്ല, അല്ലെങ്കിൽ ഉറക്കം വരില്ല. എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇതുവരെ എല്ലാം അടിപൊളിയായിക്കാണ് നടന്നു, മാഷാ അല്ലാഹ്. ഇതും കൂടി അടിപൊളിയായി നടക്കണം. മെയിൻ സംഭവങ്ങൾ വരുന്നത് രാവിലെയാണ്. ഈ രാത്രി തന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല അടിപൊളി വൈബായിരുന്നു. പ്രത്യേകിച്ച് നമ്മളെ ഓഫീസ് നമ്മൾ ചെക്കമ്മളൊപ്പം ഉണ്ടാകുന്നുണ്ട്. ഈ മോർണിംഗ് കൂടി സെറ്റാവണം ഇൻഷാ അല്ലാഹ്. സീ യു ഇൻസൈഡ്. അതൊക്കെ നമ്മളെ പേര് ജീവണ്ടല്ലോ. ക്യാമറയിൽ കിട്ടിയതോ? പൊലോട്ടോ
ആ അവിടെ വേണ്ട, ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ അഭിനയാണ് മനസ്സിലാവും. ഇല്ലല്ല, ന്യൂസിലൊക്കെ കാണുന്ന പോലെ ബ്ലറായി കണ്ടത്. അന്ന് കിട്ടിയ സുഖം ചാലിയം ബീച്ചിൽ എരുന്നെടുക്കാൻ പോയിട്ടേ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന് ഇവിടെ വിചാരിച്ചിലായിട്ട് അടിപൊളിയായിട്ട് ക്യാമ്പ് ഫയർ നടത്താൻ പറ്റിയില്ലെങ്കിലും ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ ഉറങ്ങി, വല്ല ഉറക്കമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് നമ്മളെ പരിപാടിയൊക്കെ ചെയ്തു. അപ്പോൾ നിങ്ങളെ ജെനുവിനായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്ത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വെർത്തായി തോന്നിക്കണോ എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരെ ജെനുവിൻ അഭിപ്രായം പറയും. പരിപാടിയെല്ലാം നല്ല ഇത് അവർക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പാലക്കാട് ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് രാവിലെ ഒന്ന് ആക്ടിവിറ്റീസ്, ഇപ്പോൾ മോർണിംഗ് നമ്മൾ പോയ വാക്കിങ് കാര്യങ്ങൾ, എനിക്ക് ഇത്രയും സ്റ്റാമിന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നിങ്ങളോട് ജോയിൻ ചെയ്തപ്പോഴാണ്. കാരണം ജിമ്മിൽ പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആശാൻ എന്നെ ഓടിപ്പിക്കുന്നതിൻ്റെ എഫക്റ്റ് ഞാൻ എന്നറിയാം. കാരണം ഞാൻ ഇത്രയും റൺ ചെയ്തിട്ടൊന്നും അങ്ങനെ ശ്വാസം മുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇതായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സും എല്ലാവരും വേണ്ടി പാലക്കാട് എന്ന് ഭയങ്കര ഹോട്ട് എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ ഗ്യാരണ്ടിയിലാണ് ഞങ്ങൾ വന്നത്. അടിപൊളിയായിരുന്നു, എല്ലാ സെറ്റപ്പ് ആയിരുന്നു. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ആ രാവിലെ ഓടിയതിൻ്റെയും അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ പിന്നെ ആ സൺസെറ്റും കാണുന്നതൊക്കെ അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. സൺറൈസ് സോറി ഓക്കെ. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതല്ലാതെ പിന്നെ മോർണിംഗ് ചെയ്ത മെഡിറ്റേഷൻ, പിന്നെ നമ്മൾ വെള്ളച്ചാട്ടം, ആ ചെറിയ അരുവിയിലത്തെ കുളി, അതൊക്കെ ഒരു ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു മെമ്മറീസ് ആയിട്ട് തോന്നി. പിന്നെ മാത്രമല്ല പിന്നെ നമ്മൾ ഇവിടെ പല ആളുകളായിട്ട് നമുക്ക് കണക്ഷൻസ് കിട്ടി. കാരണം പുതിയ ആളുകൾക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള പല മേഖലകളിൽ പല ഏരിയയിലുള്ള പല ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. അതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാ ഫ്യൂച്ചറിലും നിങ്ങളായിട്ടുള്ള പ്രോഗ്രാമിൽ കണക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ. അങ്ങനെ കാട്ടല്ലോ നാച്ചുറലി പോവും. ആദ്യമായിട്ടാണ് ഇങ്ങനെ പക്ക സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകളെ കൂടെ ഇങ്ങനെ ഒരു മീറ്റപ്പ്. എനിക്ക് ഇതിൽ ആരും അറിയില്ല, ആർക്കും ഇന്നെ അറിയില്ല, വീഡിയോസിലും ഫോട്ടോസിലും കണ്ടു എന്നല്ലാതെ. ഈ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയുള്ള ക്യാമ്പുകൾ ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ നടത്തുന്നുണ്ട്. പക്ഷേ വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉള്ള, വെറും ഫണ്ണ് എൻ്റർടൈൻമെൻറ്റ് എന്നതിലപ്പുറം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ക്യാമ്പ് തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ്, വെറും എൻജോയ്മെൻറ്റും അങ്ങനെ ഹാപ്പിനെസ്സും മാത്രം കൊണ്ടെടുക്കുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഒരു പക്ക എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ബ്രദർഹുഡ് പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പ് ഇതാണ്. അപ്പം മൊത്തത്തിൽ ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, ഫണ്ണുണ്ട്, എല്ലാം കൊണ്ടൊരു മാസ് എൻ്റർടൈനർ. താങ്ക് യു. പറഞ്ഞു എന്തായാലും എന്നോടെന്താ പറയാ പറഞ്ഞു. പറയാൻ കിട്ടില്ല, അടുത്ത് പറയാം. അല്ല ജസ്റ്റ് എന്നോട് അല്ല പറയട്ടെ ഒരു ബ്രീത്ത് എടുക്കുക എന്നിട്ടും പറയാം. എന്നോടെന്താ പറയാനുള്ളത്, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്താ എനിക്ക് തോന്നിയത്, ജനുവിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ വരുന്നത് അത് പറഞ്ഞത്. തോന്നിയ പോലെ മോശമായി പറഞ്ഞു. മോശമെന്ന് പറയാൻ പറ്റില്ല, എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്പം ഫുഡായാലും പിന്നെ എന്താ പറഞ്ഞോ, മൈക്ക് കുറച്ച് എടുത്ത് കൊടുത്തു. അല്ല, സ്ഥലങ്ങൾ അടിപൊളിയായിരുന്നു. അതായത് ഇങ്ങനെ വ്യൂ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈവനിങ്, അതായത് ചൂടാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ ഈവനിങ് ആയപ്പോൾ കറക്റ്റ് സാധനം കിട്ടിയായിരുന്നു.
രാത്രി ഇങ്ങനെ ഇറങ്ങി പോകണ്ടില്ലല്ലോ, എന്താ സംഭവം? രാത്രി ഇറങ്ങി, രാത്രി വാസിലിനായിട്ട് ഇങ്ങനെ ഇറങ്ങി പറയാൻ പറ്റില്ല. പിന്നെ അപ്പുറത്തൊരു ഗൈഡ് ഉണ്ടായ പുള്ളിനായിട്ട് അണ്ണന്മാരും വരുന്നുണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ രാവിലെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൂട്ടായിട്ട് ഓടാൻ പോണത്. അപ്പോൾ അതൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതാ ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓടാൻ പോകുന്നത്. ഇങ്ങനെ ഓടാൻ പോണ ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ പിന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല, അതും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ്. സെറ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മളെവിടെ പോയാലും പലപ്പോഴും ഒന്നെങ്കിൽ പ്ലേസ് നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസ് അല്ലെങ്കിൽ ആളുകൾ പ്രശ്നം ഉണ്ടാകാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ബോത്ത് പ്ലേസ് ആസ് വെൽ ആസ് പീപ്പിൾ അടിപൊളിയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ സിമിലർ മൈൻഡ് സെറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനൊക്കെ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ പിന്നെ ആംബിയൻസും നമ്മുടെ ഗൈഡ് കം ക്ലോസ് ഫ്രണ്ടായിട്ട് പ്രവർത്തിച്ച ആഫീസ് ബ്രോയും എല്ലാവരും അടിപൊളിയായിരുന്നു. ഹിഷാം ബ്രോ, ബ്രദർ, ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ആളുകൾ, പിന്നെ കൂടെയുള്ള എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ അനദർ തിങ് ഈസ് ദാറ്റ് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ മോർണിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റിയോടെ റണ്ണിങ്ങോടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അത് മെഡിറ്റേഷനിലും ഒരു ലിഷർ, ഒരു ബാത്തിലും, ഒരു കുളിയിലും, അരുവിയിൽ ചാടലും അങ്ങനെ പരിപാടിയൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓവറോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു എവരിവൺ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇഷാമിനും ടീമിനും ഒരു വലിയ താങ്ക്സ്. കാരണം ഇതുപോലൊരു ഇവൻ്റ് നടത്തണമെങ്കിൽ വലിയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുക തന്നെ വേണം. പിന്നെ ഇതിൻ്റെ പിന്നിലുള്ള നല്ലൊരു എഫേർട്ട് കാര്യങ്ങൾ ഇടണം. കാരണം ഇങ്ങനെ ഒരു ഇവൻ്റ് കാര്യങ്ങൾ നടത്താണ്. കാരണം നമുക്ക് അറിയാത്ത ആൾക്കാരാണ്, കേരളത്തിൻ്റെ പല സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. സോ ബിഗ് താങ്ക്സ് ടു ഇഷാം ആൻഡ് ടീം ഇതുപോലൊരു ഇവൻ്റ് നടത്തിയതിന്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഇവൻ്റ് നടത്താനുള്ള ഇത് നൽകട്ടെ. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒക്കെ ഒരു ലൈക്ക് മൈൻഡഡ് ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിനൊരു കൈവന്നെ വേണം. അപ്പോൾ ഇവരെ കൊണ്ടുവന്നതിന് ശേഷം വെച്ചാൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം മുതലേ ടോപ്പിക് പറഞ്ഞാൽ മൈൻഡ് സെറ്റ്, ഹെൽത്ത്, ഫിസിക്ക്, വേറെ ഒന്നും പറയാനില്ല ആർക്കും. വേറെ പൊതു കാര്യങ്ങളൊന്നും പറയാനില്ല. വെറും ചർച്ച ചെയ്യണത് മൈൻഡ് സെറ്റ് എങ്ങനെ ഗ്രോ ചെയ്യാം, എങ്ങനെ വളരാമെന്നുള്ള സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് മാത്രം പറയണുള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനായി. കുറേ പേര് നമ്മളെക്കാട്ടി എത്രയോ മുന്നിലാണ്. പിന്നെ നമ്മളെ വളർന്നു വരുന്നവരോട് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായി. അപ്പോൾ ഇതുപോലത്തെ ഇനി ഇവൻറ്റ്സ് കാര്യങ്ങൾ നടത്താനുള്ള ഒരു ഇത് നൽകട്ടെ എന്ന് പറഞ്ഞാൽ താങ്ക്സ്. ഞാൻ പറയേണ്ടതൊക്കെ ഇവൻ പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലെ മെയിനായിട്ട് ഇഷാം ബ്രോ താങ്ക് യു ഇങ്ങനത്തെ ഒരു അവസരം സെറ്റാക്കി തന്നതിന്. ആദ്യം തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു ആഡ് കണ്ടപ്പോൾ വെറുതെ ഒന്ന് മെസ്സേജ് അയച്ചാണ്. ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് അറിയാം, പക്ഷേ വലിയ രീതിയിൽ എനിക്ക് ഫോക്കസ് പോയിട്ടില്ല. ഇപ്പോൾ യൂട്യൂബിലായാലും അല്ലാതെ തന്നെ ഇതിലൊക്കെ നമ്മൾ ഈ ഡിസിപ്ലിന് പരിപാടി കാര്യങ്ങളൊക്കെ കാണും. നമ്മൾ ഒറ്റയ്ക്ക് കുറേ ട്രൈ ചെയ്യും, പക്ഷേ അത് കുറേ പോവും, പിന്നെ ഫ്ലോപ്പ് ആവും. പിന്നെ നമ്മൾ നേരത്തെ ഇങ്ങനെ ഇവിടെ ചർച്ച ചെയ്ത പോലെ തന്നെ 2-3 ദിവസം പോകും, അല്ലെങ്കിൽ 1 മാസം പോവും, വലിയ രീതിയിൽ പോവില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും പഠിക്കും. എന്നിട്ട് പഠിച്ചതാണ് ചിലപ്പോൾ അതൊരു ഹാബിറ്റ് ആവും. അങ്ങനത്തെ ഒരു റൊട്ടീഷനിലൊക്കെയാണ് സാധാരണ പോവുക. പക്ഷേ ഇത് ഒറ്റ മൈൻഡ് സെറ്റിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബുണ്ട്. കൂടാണ്ട് കേൾക്കുമ്പോൾ ഉപരി ഇവിടെ വന്നു നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് തന്നെയാണ് ചർച്ച. എല്ലാ ആൾക്കാരും ഒരേ ടോപ്പിക്കാണ് പറയുക. കുറേ ഹോർമോൺസിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഗ്രോത്ത് ആയിക്കോട്ടെ, മൊത്തത്തിൽ ഫുള്ള് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വൈബ് കിട്ടി മെയിനായിട്ട്. പിന്നെ കൂടുതലൊന്നുമില്ല, അടിപൊളിയാണ്. എന്തായാലും ഇതിനും വലിയ സംഭവങ്ങൾ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റട്ടെ. താങ്ക് യു. എന്താ തോന്നിയ പറഞ്ഞോ, പറഞ്ഞു വെയിക്കേ അതിനെ കൊണ്ട് പറയടാ. അത് അങ്ങനെ തന്നെ സെറ്റ് ആവുള്ളൂ. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. കുറച്ചുകൂടി എനിക്ക് വെയിക്കൂടാ. അതിന് മൈൻഡിക്ക് ഒരു ചിന്ത വരൂലേ, ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്താണ് എനിക്ക് ഉണ്ടായത് എന്നുള്ളത്. അത് എന്നോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ പോലെ പറഞ്ഞാൽ മതി. നമ്മളങ്ങനെ നമ്മളങ്ങനെ വിട്ടുകൊടുത്താലേ എല്ലാ ഭാഗത്തും നമ്മൾ അടിക്ക് പോവുള്ളൂ. ഇവിടെ ഇപ്പോൾ ആരും കളിയാക്കുന്നില്ല, കളിയാക്കുകയാണെങ്കിൽ മൈൻഡ് ആക്കും വേണ്ട. നമുക്ക് ആ ഒരു സാധനത്തിന് ഓവർകം ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് ക്രിഞ്ച് അടിക്കുക തന്നെ വേണ്ടി വരും. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞു അല്ലെങ്കിൽ ടൈം എടുത്തിട്ട് പറഞ്ഞാൽ മതി, ലാസ്റ്റ് പറഞ്ഞാൽ മതി, എല്ലായിടത്തും കഴിഞ്ഞിട്ട്. പ്രഷറൊന്നുമില്ല.
വെൽ ഔട്ട്ലേഴ്സ് ക്ലബിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ ക്ലോസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഓവർകം ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി പിന്നെ ഉണ്ടാക്കി. പക്ഷേ ആ രണ്ടാം വട്ടം ഉണ്ടാക്കിയത് അടിപൊളി സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ഭാഗത്തു നിന്ന് ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ ഈ ക്യാമ്പ് എന്ന് തന്നെ പറയാമല്ലേ, അതായത് ഈ ക്യാമ്പിൻ്റെ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ. അതായത് പല ടൈപ്പ് ഓഫ് ആൾക്കാരെ പരിചയപ്പെട്ടു. പല ടൈപ്പ് ഓഫ് ആൾക്കാരാണെങ്കിലും എവരി വൺ ആ സെയിം ഗോളാണ് എല്ലാവരെയും. അതായത് ഇമ്പ്രൂവ് ചെയ്യുക, ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ ഗോളാണ്. പക്ഷേ അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള 20 ways ഞാൻ മനസ്സിലാക്കി. ഓരോരുത്തരടുത്ത് സംസാരിച്ച് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ പലയിടത്തും ഭയങ്കര നോളജ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മൊറോവർ ലൈക്ക് എനിക്കിപ്പോൾ ഫ്യൂച്ചറിൽ എൻ്റെ മക്കളടുത്തൊക്കെ പറയാമല്ലോ, ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ പറയാമല്ലോ. ഇപ്പം ഇനി ഇതിലും അടിപൊളിയായിട്ടുള്ള ഈവൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആവും. ദാറ്റ്സ് ഇറ്റ്. ഡെഫിനറ്റ്ലി. ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എടാ ഞാൻ ഓണസ്റ്റായിട്ട് പറയാം. അതായത് ഞാൻ ഇഷാമിനെ ഫോളോ ചെയ്ത സെക്കൻഡ് ഡേ ആണ് സ്റ്റാറ്റസ് കാണുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് ഉണ്ട്, ഇങ്ങനെ കുറേ മെമ്പേഴ്സ് ഉണ്ടെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ആകെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇഷാമിനെ മീറ്റ് ചെയ്യുക എന്നുള്ളായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഇഷാം ഇത് എങ്ങനെ പുൾ ഔട്ട് ചെയ്യുന്നതെന്ന് അറിയണം, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ ചെന്ന് എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പം ഇതൊരു കമ്മ്യൂണിറ്റിയാണെന്ന് മനസ്സിലായി. പിന്നെ ഇവിടെ വന്ന് സംസാരിക്കുന്ന ടോപ്പിക്കുകൾ മൊത്തം ഗ്രോത്തിനെ കുറിച്ചാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ, അല്ല നമ്മുടെ പാസ്റ്റ് നടന്നത് എന്താണെന്നോ അല്ല എൻ്റെ 10 years ബാക്ക് എന്തായിരുന്നുള്ളതല്ല, അടുത്ത 5 years ഡൗൺ ദ ലൈൻ എനിക്ക് എന്താവണം എന്നുള്ള എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര റെവലേഷനായിരുന്നു. പിന്നെ ഇന്നത്തെ മോർണിംഗ് സെഷൻ്റെ എൻ്റെ ടേക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനാണ്. ഞാൻ നോർമലി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ആദ്യമായിട്ട് ഫോറസ്റ്റിൽ ചെന്നിരുന്നിട്ടൊരു മെഡിറ്റേഷൻ, അതും ആ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ റിങ്ങും എൻഡ് ചെയ്ത റിങ്ങും ശരിക്കും നമ്മൾ ടച്ച് ചെയ്യുന്ന റിങ്ങാണ്. പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞില്ല, നമ്മൾ ആ ഹോൺബില്ലിൻ്റെ സൗണ്ടും നൈസായിരുന്നു. താങ്ക് യു. ഞാൻ +2 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റാണ്, ഞാനൊരു അത്ലീറ്റാണ്. അപ്പോൾ ഞാൻ ഇഷാംബ്രോനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പോൾ ഒരു 2 day കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോവേഴ്സായി. അപ്പോൾ ഇഷാംബ്രോനെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഉള്ളതൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ മൂപ്പരെ റീല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂപ്പരെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നെയാണ് മൂപ്പര് ഇട്ട സ്റ്റോറി കണ്ടത്. അപ്പോൾ മൂപ്പരോട് ഞാൻ ഒരു സ്ലോട്ട് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് സെറ്റാക്കി തന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഗ്രൂപ്പായിട്ട് ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ പ്രോഗ്രാമിന് ഞാൻ അങ്ങനെ പോകുന്നത്. ഞാൻ എൻ്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു അങ്ങനെ പോകുന്നതായിരുന്നു. അപ്പോൾ +2 കഴിഞ്ഞ് വെക്കേഷനാണ്. അപ്പോൾ അവർ ഇവൻറ്റിൽ വന്ന് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നുണ്ട്. ഭയങ്കര സംഭവം ഒന്നും അറിയില്ല. ഞാൻ അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്നതിനെ കൊണ്ടൊന്നും അറിയില്ല. ഇവിടെ വന്നു കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇഷാംബ്രോ അതേപോലെ ഫുഡ് കാര്യങ്ങൾ, അതേപോലെ മോർണിംഗ് സെഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. താങ്ക് യു. ഓക്കെ. സോ ഇത് ഒരു വാക്കിൽ പറയുന്നതാണെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളിപ്പോൾ 24 മണിക്കൂർ ഒരു ദിവസമായി എല്ലാവരും കൂടെ പരിചയപ്പെട്ട് ഓരോ ആൾക്കും ഓരോ ലേണിങ്സും ഓരോ ആളുടെ നിന്ന് കുറേ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ മെയിൻ റീസൺ ഞാൻ മെയിൻ ഒരു ഇത് കണ്ടത്, ചെറിയ ലൈക്ക് 17-18 വയസ്സുള്ള കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, അവരെല്ലാം നമ്മളൊരു ഈ ഒരു ക്ലബ്ബിൽ ഉണ്ടാകുമ്പം ഞാൻ വിചാരിച്ച ആ ഒരു ഇത് തന്നെ യങ് സെൽഫ്, ഞാൻ ഒരു 17 അല്ലെങ്കിൽ 18 വയസ്സിൽ ഇതേപോലെ ഒരു ക്ലബ്ബിലുണ്ടെങ്കിൽ ലൈക്ക് ആ ഒരു 3 years നെക്സ്റ്റ് 4 years ഭയങ്കര ഒരു സ്റ്റെപ്പായിരുന്നു. അപ്പം അതെല്ലാമാണ് ഔട്ട്ലേഴ്സിൽ ഞാൻ കണ്ട വലിയൊരു അച്ചീവ്മെൻറ്റ്. പിന്നെ വേറൊരു ഇത് നമ്മൾ രാവിലെ ചെയ്ത സ്പ്രിൻ്റല്ല ലൈക്ക് ഓടലും അതേപോലെ തന്നെ മെഡിറ്റേഷൻ. നമുക്ക് എത്ര ആൾക്കാർക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറയാമെന്നല്ലാണ്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഇന്ന് ആ ഒരു 10 മിനിറ്റ് ചെയ്തപ്പം കിട്ടിയൊരു പ്രസൻറ്റ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. ആ 10 മിനിറ്റ് പോയതും തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ ഇരുന്ന് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റിൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്ലബ്ബെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇതന്നെ. ഓക്കെ, താങ്ക് യു. ജാദ് ബ്രോ. എനിക്ക് ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. നോക്കിയാൽ മതി. ക്യാമറയിൽ ഒന്നുമില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഫസ്റ്റ് ഈ ക്ലബ്ബിൽ ജോയിൻ ചെയ്തപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വോയിസ് ഇടണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറയണത്. അത് ടൈപ്പ് ചെയ്തിട്ടത്.
പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ആളുകളായിട്ട് എല്ലാ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് കൈ പിടിക്കുമ്പോൾ എനിക്ക് മൊത്തത്തിൽ വിറക്കണുണ്ട് ഉള്ളിൽ നിന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പിന് പോകുന്നത്. അതുപോലെ ഇത് മാനേജ് ചെയ്ത ഇഷാംബ്രോന് അതെ നന്ദി പറയുന്നു. അത്രേ ഉള്ളൂ. ഈ ആൾക്കാരോടൊക്കെ അടിപൊളിയായി പറയണ്ടല്ലോ, കഥയൊക്കെ ഫുള്ള് ഉടലവിടെ. വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം റിസ്കിലാണ് ഇറങ്ങിപ്പോകുന്നത് ഈ പരിപാടിക്ക് വേണ്ടി. എനിക്ക് പണിയാവോ? അപ്പോൾ ഒരു കുറേ ഇതുവരെയും നേരി കാണാത്ത ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാനൊക്കെ പറ്റി. പല പല ഫീൽഡിലുള്ള ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഞാൻ ഫസ്റ്റ് ടൈമാണ് സ്ട്രേഞ്ചേഴ്സായിട്ട് ക്യാമ്പ് ചെയ്യണത്. റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ക്രോളിങ്, അതുപോലെ ഈ മൊബൈൽ ഫോണിൻ്റെ ഇതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടാൻ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള എക്സ്പീരിയൻസാണ് കിട്ടിയത്. അത് സംഘടിപ്പിച്ചവർക്ക് നന്ദി. ഇൻസ്റ്റാഗ്രാമൊക്കെ എപ്പോഴാണ് ചെക്ക് ചെയ്ത് മറന്നോ? ഇൻസ്റ്റാഗ്രാമിൻ്റെ വൈറസ് ഏത് സ്ഥലത്തേക്ക് പോയാലും അവിടെ നിന്ന് വിട്ടു പോകും. ഞാൻ പറയുകയാണ് ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതലുണ്ട്. എന്താ അറിയില്ല, എല്ലാ ഓഫ്ലൈൻ ഇവൻറ്റിനും എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ എത്തുന്നുണ്ട്. ഓൺലൈൻ എന്താ അറിയില്ല, ഒറ്റ ഇവൻറ്റ് ഞാൻ എത്താറില്ല. ഒരു മീറ്റിങ്ങിനും ഒരു വീഡിയോസിനും ഒന്നിനും എത്താറില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഓൾവേസ് വെറുതെ കാണുന്നത് ഈ കണക്ഷൻസാണ്. ആൾക്കാരോട് പരിചയപ്പെടൽ, പുതിയ നാട് കാണൽ, നാട്ടുകാരെ പരിചയപ്പെടൽ. പ്രത്യേകിച്ച് ഇപ്പം വെറൈറ്റി ഞാനിങ്ങനെ പോകുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ മസാല സോഡ കിട്ടാൻ വേറെ ലെവൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. പിന്നെ സ്റ്റിൽ ഞാൻ ഇന്നലെയും ചോദിച്ചിട്ടുള്ളൂ പാലക്കാട് വരണോ പറഞ്ഞ വീണ്ടും ഡൗട്ടിലായിരുന്നു. കോഴിക്കോടെ ചൂടാണ്. അപ്പോൾ ഇവിടേക്ക് വെർത്തിറ്റാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് ഇങ്ങനെ വെറുതെ ഇനിയും ഇത്ര ചൂടാണോ പാലക്കാട്. ബട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടല്ലോ, അവർക്കൊന്ന് കാണാൻ വേണ്ടി വന്നു. സ്റ്റിൽ പാലക്കാട് എന്താ പറയുക, ഈ നട്ടുച്ച വെയിലത്തും 2 കിലോമീറ്റർ അപ്പുറം ഞാൻ പോയി നേരത്തെ ഒരു നമ്മളെ അണ്ണനെയും കൊണ്ട്. അതായത് ഈ നാട് നമ്മൾ ഇപ്പം ഞാൻ ഈ ജസ്റ്റ് പാലക്കാട് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു ചൂടല്ലേ എന്ന് ചോദിച്ചു. 2 കിലോമീറ്റർ അപ്പുറം പോയിട്ടുള്ളൂ. അതായത് കോഴിക്കോട് വയനാട് സൈഡിൽ ആ സെയിം അറ്റ്മോസ്ഫിയർ അവിടെയും കിട്ടുന്നുണ്ട്. അതായത് നമ്മളെ നാടും നാട്ടുകാരും സ്വന്തം നാട് നമ്മൾ ആദ്യം കാണുന്നില്ല. പല ആൾക്കാരും പല സ്ഥലത്തും പോകുന്നുണ്ട്. ഇപ്പം അത് ടൂർസ് ആൻഡ് ട്രാവൽസ്, അതായത് ടൂറും ട്രാവലും ഡിഫറെൻറ്റാണ്. ഒരു സ്ഥലത്ത് പോയി ടൂർ പോകുന്നതും ട്രാവൽ ചെയ്യുന്നതും ഡിഫറെൻറ്റാണ്. എന്താണ് ഇപ്പം നമ്മളിപ്പോൾ മലമ്പുഴ അടിച്ചും കണ്ട് മലമ്പുഴ വന്ന് കണ്ട് 2 സെൽഫി എടുത്ത് പോകും. അതൊന്നല്ല ശരിക്കും ആക്ച്വൽ ജീവിതം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്. അതിപ്പം എന്താ പറയുക, ഇതൊക്കെ എല്ലാം ഒരു പഠനമാണ്, എക്സ്പീരിയൻസാണ്, കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താ പറയുക, ഈ ക്യാമ്പിൽ വന്നും കണ്ട് വേറെ പല പല ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് കിട്ടിയത്. ഓൾവേസ് താങ്ക് യു. അത്രയേ ഉള്ളൂ. പറടാ, ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. അങ്ങ് ജെനുവിനായിട്ട് തോന്നി. ഈ ഇവിടെ വൈകുന്നേരം വരെ വന്നല്ലേ, അത് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞില്ലേ, അങ്ങനെ റിസ്ക് എടുത്ത് വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്താ തോന്നിയത് ജെനുവിനിൽ വരും അതൊക്കെ വരും. അത് വരും. അതൊരു അങ്ങനെ ഒരു വിശ്വാസമാണ് വരൂല എന്നുള്ളത്. അത് ജെന്നെ പ്രൂവ് ചെയ്യണം. ഒരു സെന്റൻസ് പറഞ്ഞാൽ കഴിഞ്ഞു. അത്രക്കൊന്നും ആരും ആയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാമ്പിനൊക്കെ പോണത്. എല്ലാവരും അറിയാത്ത ആൾക്കാരാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പരിചയപ്പെട്ടോ? എല്ലാവരും പരിചയപ്പെട്ടു. ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് നമ്മളിപ്പോൾ കുറേ ആക്ടിവിറ്റി ചെയ്തല്ലോ. ഇപ്പോൾ ഓടിയത് ആദ്യമായിട്ട് ഓടിയത് ഇങ്ങനെ ഒരു ആൾക്കാരൊപ്പം. പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു ഈ സംഭവം. അതേപോലെ ആ കുളിച്ചത്, ഇതിനെ കുറിച്ചുള്ള തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ഉറക്കായിരുന്നു. താങ്ക് യു. ജെനുവിൻ റോ അൺഫിൽറ്റേർഡ്. ഓക്കെ, സെറ്റ് മതി. അപ്പോൾ നമ്മളെ ചെക്കന്മാരെ കുറിച്ച് ഇപ്പോൾ ഈ പാലക്കാട് ഫുള്ള് എല്ലാവരും കാണിച്ചതും രാത്രി ഫുള്ള് വൈബാക്കിയതും അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റ് എനിക്ക് ഇവിടെ നടത്താൻ സാധിച്ചതും അതിന് ഫുള്ള് കാരണക്കാരൻ അല്ലെങ്കിൽ 100% ക്രെഡിറ്റ് ആഫീസിനാണ്. ഇപ്പോൾ നമ്മളെ ചെക്കന്മാരെ കുറിച്ചും നമ്മളെ കമ്മ്യൂണിറ്റിനെ കുറിച്ചും ഈ ഒരു ഇവൻറ്റിനെ കുറിച്ച് എന്താണ് ആഫീസിൻ്റെ അഭിപ്രായം? ചെക്കന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉഷാറാണ്. ഞാൻ ഇന്നേരെ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഞാൻ കണ്ടിട്ടില്ല. അതായത് ഇങ്ങനത്തെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി.
ഇങ്ങനത്തെ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ അതിലേറെ ഞാൻ സന്തോഷിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ വന്നു, നിങ്ങളിലേറെ സന്തോഷിക്കുന്നത് ഞാനാണ്. എൻ്റെ നാട്ടിൽ വന്നു, നിങ്ങളിത് കണ്ടു, നിങ്ങളെല്ലാവരും ഹാപ്പിയായി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ ഞാൻ പലരോടും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോട്ടും ഓക്കെയാണ് ഉഷാറാണ് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഞാനൊരു 1.5 ആഴ്ചയോളം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതായത് നിങ്ങൾ വരുന്നത് ആലോചിക്കണു, നിങ്ങൾ എന്തെങ്കിലും വന്ന് പെടുമോ, നിങ്ങൾക്ക് പറ്റാണ്ടാവുമോ, പല ഭാഗത്തുനിന്ന് വരുന്നവരാണ്, അപ്പോൾ നിങ്ങൾക്ക് പറ്റാണ്ടാവുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊക്കെ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും നിങ്ങൾ ഉഷാറാണ്. എന്തായാലും ഈ ഒരു കമ്മ്യൂണിറ്റി കാലാകാലം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളൊക്കെ എല്ലാവരും എൻ്റെ അടുത്ത് കണക്ട് ചെയ്യുക, നിങ്ങൾക്ക് സംസാരിക്കുക, വർത്തമാനം പറയുക, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കുക, നമ്മളിവിടെ തന്നെ ഉണ്ടാവും. ഇനി ഓരോരുത്തരെ ഇൻഡിവിജ്വലായിട്ട് ആർക്കെങ്കിലും പ്രശ്നങ്ങൾ, അതായത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മൾ മനുഷ്യന്മാരാണ്, പല മാനസികമായ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഒറ്റയ്ക്ക് ഒരാളത്ത് പോകണം, ഇല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, എനിക്ക് കുറച്ച് സമാധാനം വേണം, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരാം. അതായത് ഞാൻ ഇഷാം ബ്രോനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്, എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനൊരു പാക്കേജ് മാതിരി ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനത് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുക. അതായത് ഒരു മനുഷ്യനെ നമ്മൾ സന്തോഷിപ്പിക്കുക, എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് പൈസ കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഒരു മനുഷ്യനെ നമ്മൾ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ധാരാളം. എല്ലാവരും ഉഷാറാണ്. ഞാൻ ഇപ്പോൾ 3rd ഇയർ എക്സാം എഴുതി ഇപ്പോൾ റിസൾട്ട് വരാൻ കാത്തിരിക്കുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഇപ്പം പഠിച്ച ഡിഗ്രി 3rd ഇയർ വരെ എനിക്കൊരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളെ, അല്ലെങ്കിൽ ഒരു ഗ്രോ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ ഒരു ബഡി എന്നൊക്കെ പറയാൻ പറ്റിയ ഒരാൾ ഫ്രണ്ടിലുപരി ഇതുവരെ കിട്ടിയിട്ടില്ല. ഭയങ്കര പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇടങ്ങേറിലൊരു സംഭവമാണ് ആ സംഭവം. അങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് ഈ ഒരു പ്രോബ്ലമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം. അപ്പം ഞാൻ കോൺസ്റ്റൻ്റ്ലി എല്ലാ രീതിയിലും ഞാൻ ട്രൈ ചെയ്യുക ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുക. ഞാൻ പുറത്തേക്ക് പോയാലോ അല്ലെങ്കിൽ അതിലിതായാലോ ഞാൻ ലിങ്ക്ഡിനിൽ കുറേ ആൾക്കാരെ കണക്ട് ചെയ്യും. അല്ലാതെ ഞാൻ പല അപ്രോച്ചും നടത്തിയിട്ടുണ്ട്. നാട്ടിൽ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പക്ക ഒരു ലോക്കൽ വൈബ്, അതായത് ഫുള്ള് വൈബ് അടിച്ച് നടക്കുക, അന്നത്തെ കാര്യം അന്നത്തെ നോക്കി ഭാവിനെ പറ്റി അങ്ങനെ അത്ര പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാതെ അങ്ങനത്തെ ഒരു സംഭവം വൈബാണ്. വളരെ ഡിസ്കംഫർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു 2 ദിവസം മുമ്പ് ഇഷാംബ്രോൻ്റെ ഇതിങ്ങനെ കണ്ടു റീല്. അപ്പോൾ അതിലിങ്ങനെ ലൈക്ക് മൈൻഡഡ് പീപ്പിളിനെ ഒന്നിക്കണ ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു ഐഡിയ ആണ്. ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് പറഞ്ഞിട്ടാണ് ഈ കമ്മ്യൂണിറ്റീൻ്റെ പേര്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, ഇത് കണ്ടു സംഭവം എനിക്ക് നടക്കില്ല അതൊന്നും അറിയില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു, അങ്ങനെ ജോയിൻ ചെയ്ത് വന്നു, ഇവിടെ എത്തി. മൈൻഡ് ബ്ലോൺ ആണ്, സത്യം പറഞ്ഞാൽ മൈൻഡ് ബ്ലോൺ ആണ്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല. ലൈക്ക് നമ്മൾ കൊടുത്ത പ്രൈസിന് ലൈക്ക് ഓവർ ഡെലിവറി ചെയ്ത പോലെയാണ് തോന്നുന്നത്. എനിക്കറിയില്ല, കയ്യിൽ നിന്ന് എടുത്ത പോലെയാണ്, കയ്യിൽ നിന്ന് എടുത്തിട്ട് പൈസ ചിലവാക്കിയ പോലെയാണ്. അതായത് എല്ലാം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നു, രാവിലെ എണീറ്റു, രാവിലെ ഫുഡ് ഹെൽത്തി ആയിട്ട് ഫുഡ് ഇല്ല, ഇവിടുത്തെ ഫുഡ് എല്ലാ നേരത്തുള്ള ഫുഡും നല്ല ഹെൽത്തി ആയിരുന്നു. ആ ഒരു സംഭവം എല്ലാം ഹെൽത്തി ആയിട്ട് മെൻ്റലായാലും ഫിസിക്കലായാലും. രാവിലെ അതേപോലെ മെഡിറ്റേഷന്, ജോഗിങ്, പിന്നെ വാമപ്പ്, പിന്നെ നമ്മൾ റൈസ് കാണാൻ പോയി. അതേപോലെ നമ്മൾ ലാസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രീമിൽ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ചെറിയൊരു മണ്ണിൻ്റെ ഒരു തട്ടുപോലത്തൊക്കെ സംഭവം ഉണ്ട്. അതിലൊക്കെ നമ്മൾ ആ ഒരു നാച്ചുറിനെ നമ്മൾ അടുത്തറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെക്നോളജിയിൽ നിന്നൊക്കെ ഒരു എയറോപ്ലെയിൻ മോഡ് ഇട്ട പോലെ, ഓഫ്ലൈനിൽ ആയ പോലെ നോയ്സൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു വൈബ്. അതിൻ്റെ ഏറ്റവും എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഫുൾ അരച്ചിലായിരുന്നു ഞാൻ വേറെ ആൾക്കാരൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനത്തെ സംഭവമായില്ല. പക്ഷേ കണ്ട് അറിഞ്ഞ കാര്യം പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അപ്പം ആക്ച്വലി അടിപൊളിയാണ്. പിന്നെ ഏറ്റവും വേറെ കാര്യം പറയാൻ പറ്റിയത് പറഞ്ഞാൽ ഹാഫിസ് ബ്രോൻ്റെയാണ്. ഹീസ് ലൈക്ക് എവിടെ ആൾ ഹീസ് ലൈക്ക് എ ജം മാൻ. ലൈക്ക് ഹാഫിസ് ബ്രോ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അടിപൊളി, ഒന്നും പറയല്ല. ലൈക്ക് ഇവിടെ വന്ന മുതൽ അവസാനം വരെ ലൈക്ക് ഒരു ബ്രദറിനെ പോലെയാണ് കെയർ ചെയ്തിട്ടില്ല. അടിപൊളി, സാറ്റിസ്ഫൈഡ് 10 to 10 അങ്ങനെ പറയാം. അടിപൊളി ഹാഫിസ് ബ്രോ, ഒരു അടിപൊളി ഗൈഡായിട്ട് എല്ലാ ഇതിലും നല്ല രീതിയിൽ ആൾ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹാഫിസ് ബ്രോന് സ്പെഷ്യൽ താങ്ക്സ്. ആൻഡ് ഔട്ട്ലയേഴ്സിൻ്റെ മെയിൻ ആളായിട്ടുള്ള ഇഷാം ബ്രോനും താങ്ക് യു.